ഒരു കാലത്ത് റോമ കാതലിക്സിനെ നാം കുറ്റം പറയുമായിരുന്നു, പാവമോചനത്തിന് വേണ്ടി അവർ പണം വാങ്ങിയെന്ന്. അതിനേക്കാൾ മോശമായ നാം ഇന്ന് ഓരോരുത്തരും ആയിരിക്കുന്നത്. അവർക്ക് ഒരു 1700 വർഷം എടുത്തു ഇത്ര അധപ്പതിക്കാൻ. നമ്മളെ അധപ്പതിക്കാൻ വെറും 100 വർഷമേ എടുത്തുള്ളൂ. 4ാം തലമുറ വന്നപ്പോഴത്തേന് എല്ലാം ലംഘിച്ചു. അതാണ് നമ്മുടെ പ്രശ്നം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്തെങ്കിലും പാപം ചെയ്തെങ്കിൽ ആദ്യം ആ വ്യക്തിയോടെ യാക്കോബ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ അന്യോന്യം പാപങ്ങളേറ്റ് പറയണമെന്നാണ്. അതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും കുറഞ്ഞപക്ഷം ഒരുവനോട് തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ സന്തോഷമല്ലെന്ന് കണ്ടാൽ അത് രമ്യതയിലാക്കിയിട്ട് വേണം ആരാധന നടത്താൻ. അതുകൊണ്ടാണ് ഞാൻ ആർട്ടിക്കിൾ എഴുതിയത്, 102 ദിവസവും ഉപവാസ പ്രാർത്ഥന വെച്ചാൽ നാബോത്തിനെ കൊല്ലാനും ഉപവാസ പ്രാർത്ഥനയെ അവർ വെച്ച് ആത്മീയ ഒരു പരിവേഷം കൊടുക്കാൻ. അതാണ് നമ്മൾ ചെയ്യുന്നത്. ജനങ്ങൾ പാവങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഈ ഉള്ളിൽ നടക്കുന്ന രാഷ്ട്രീയ കളി അവരെ കബളിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതറിയുന്ന ഈ നാട്ടുകാരെന്തോ വിചാരിക്കും, ഇത് കേൾക്കുന്നവരെന്ത് വിചാരിക്കും, ഇതിനെക്കുറിച്ച് ബോധമുള്ളവരെന്തോ വിശ്വസിക്കും. അവിടെ കൺവെൻഷന് തുവാല വീശിയാലും അന്യഭാഷ പറഞ്ഞാലും അതൊന്നും ദൈവാത്മാവിൻ്റെ ആത്മാവല്ല. ദൈവാത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ഒരാട് കിടക്കുന്നിടത്ത് പൂട കിടക്കുമെന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് വരുന്നിടത്ത് പരിശുദ്ധിയുടെ എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കണ്ടേ. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ പാസ്റ്റർ KC ചാക്കോയുണ്ട്. ഹൂസ്റ്റണിലെ IPC ബഥേൽ സഭയുടെ ശുശ്രൂഷകനാണ് അദ്ദേഹം. മാത്രവുമല്ല, IPC മിഡ് വെസ്റ്റ് റീജിയൻ അമേരിക്കയിലെ IPCയുടെ പ്രമുഖ റീജിയനുകളിൽ ഒന്നാണ്. ആ റീജിയനിൽ 4 വർഷങ്ങളോളം അതിൻ്റെ റീജിയൻ പ്രസിഡൻ്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു ദൈവശാസ്ത്രജ്ഞൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, ഈ നിലയിലൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. എന്നാൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പ്രധാനമായും ഈ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. അദ്ദേഹം സഭയുടെ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചയാളോ, അങ്ങനെ ഒരു റീജിയൻ്റെ പ്രസിഡൻ്റായിരുന്നു എന്നുള്ളതിനപ്പുറം സഭയുടെ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചയാളോ, ഇലക്ഷനുകളിൽ മത്സരിക്കുന്നയാളോ ഒന്നുമല്ല. എന്നാൽ കൃത്യമായ നിലപാടുകൾ അദ്ദേഹത്തിന് IPCയുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കും. ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി കൂടെയാണ് അദ്ദേഹം. പലപ്പോഴും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ IPCയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. സ്വാഗതം ചെയ്യാം പാസ്റ്റർ KC ചാക്കോയെ. IPC വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതെ. ഈ പ്രതിസന്ധി ഇപ്പം അങ്ങ് പരിഹരിക്കപ്പെട്ടാൽ സഭയുടെ ലീഡർഷിപ്പിലേക്ക് വരാൻ ക്വാളിറ്റിയുള്ള ആളുകളുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. അതാണ് IPCയിലെ നേതൃത്വം ചെയ്ത ഏറ്റവും വലിയ പരാജയം. കാരണം തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന, മകനെ നീ ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. അതാണ് ആദ്യത്തെ വാചകം. രണ്ടാമത് പറയുന്നത്, വിശ്വസ്തന്മാരായ മനുഷ്യരെ നീ ഫലമേൽപ്പിക്കണം. അതെ. അപ്പോൾ അത് IPC എന്ന് മാത്രമല്ല, ഞാൻ കണ്ട പെന്തക്കോസ്ത് സഭകളിലൊക്കെ പരാജയപ്പെട്ട ഒരു കാര്യം, ഈ ലീഡർഷിപ്പ് സെൽഫിഷ് ആയതുകൊണ്ടും അവരുടെ കുടുംബങ്ങളുടെ കാര്യം നിലനിർത്താൻ വേണ്ടിയോ അവരുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരാൻ വേണ്ടിയോ അവർ ഒരിക്കലും ലീഡർഷിപ്പിനെ ഡെവലപ്പ് ചെയ്തില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒരു പരാജയം. IPC ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുറകോട്ടൊന്നിറങ്ങി ചിന്തിച്ചാൽ 100 വർഷം പാരമ്പര്യം ഉണ്ടെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞൊരു 50 വർഷം എടുത്ത് പരിശോധിച്ചു, ഈ ഒരു 20 വർഷത്തിന് മുമ്പ് വരെ IPCയിൽ പ്രഗത്ഭന്മാരായ ധാരാളം ലീഡേഴ്സ് ഉണ്ടായിരുന്നു. വലിയ വിദ്യാഭ്യാസമുള്ളവരോ മാനേജ്മെൻറ്റ് സ്കില്ലുള്ളവരോ ഒന്നും ആയിരുന്നില്ലെങ്കിലും അവർക്കെല്ലാം ദൈവകൃപയുണ്ടായിരുന്നു, അഭിഷിക്തന്മാരായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ജീവിതസാക്ഷികളുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മറ്റ് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾക്ക് ഒരു പരിധി വരെ അസൂയ ഉണ്ടാക്കത്തക്ക നിലയിലുള്ള കുറേ ലീഡേഴ്സ് ഉള്ളൊരു പ്രസ്ഥാനമായിരുന്നു IPC. ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ആളുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യം വന്നിട്ട് അങ്ങനെ നമുക്ക് എടുത്തു പറയുവാൻ ക്വാളിറ്റിയുള്ള, പ്രാപ്തിയുള്ള, സാക്ഷ്യമുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും കഴിവുകളുള്ള പ്രാപ്തന്മാരായ ലീഡേഴ്സ് കുറഞ്ഞു വരുന്നു. തീരെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും കുറഞ്ഞു വരുന്നു. ഇത് ലീഡേഴ്സ് മറ്റുള്ളവരെ ഇല്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചതാണോ? എന്തുകൊണ്ടാണ് IPCക്ക് ഇങ്ങനെ സംഭവിച്ചത്? എൻ്റെ ചിന്തയിൽ അത് സംഭവിച്ചതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആത്മീയരും
ദൈവസഭയെക്കുറിച്ച് വിഷനും അതിനുള്ള താല്പര്യമുള്ളവരായിരുന്നു. പഴയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നെങ്കിലും വേദപുസ്തകം അറിയാമായിരുന്നു. അതെ, അവരെ പ്രാർത്ഥനയിലും വേദപുസ്തക പഠനത്തിലും മുൻപന്തിയിലായിരുന്നു. അവർക്ക് ദൈവരാജ്യമായിരുന്നു പ്രാധാന്യം. അവർ നടത്തിയപ്പോൾ അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ജനങ്ങൾ അവരെ ബഹുമാനിച്ചിരുന്നു ലീഡറായിട്ട്. അവരെന്തു പറഞ്ഞാലും ആത്മീയ വീക്ഷണത്തിൽ പറയുന്നത് കൊണ്ട് ജനങ്ങൾ അതിനെ അംഗീകരിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു തലമുറ പോയി ആത്മീയത്തിന് പകരം നമ്മൾക്ക് പണം റീപ്ലേസ് ചെയ്തു. അതാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ ഇന്നലെ വരെ എന്ത് തസ്തികയിലിരുന്ന വ്യക്തിയാണെങ്കിലും പെട്ടെന്ന് ലീഡർ സ്ഥാനത്തേക്ക് പണമുണ്ടെങ്കിൽ പണം ഒഴുക്കിയാൽ കടന്നു വരാവുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ തരംതാണ് പോയി നമ്മുടെ വിഷൻ. അതുകൊണ്ട് മറ്റുള്ളവർ എത്ര ആത്മീയരാണെങ്കിലും കഴിവുള്ള ദൈവദാസന്മാർ ശുശ്രൂഷയിൽ ശ്രേഷ്ഠന്മാരാണെങ്കിലും അവർക്ക് സ്ഥാനമില്ലാതെ വന്നു. അവരെ പുഷ് ഔട്ട് ചെയ്ത ഉടനെ അവരവരുടേതായ കാര്യങ്ങളിൽ ഇതിൽ ഇടപെട്ടാൽ ആത്മീയം നശിച്ചു പോകുമല്ലോ എന്നോർത്ത് മാറിപ്പോയി. പിന്നെ മൂന്നാമത്തേത്, ഇൻഫ്ലുവൻസും പണവും ഉള്ളവരാണ് ഇലക്ഷനിൽ ജയിക്കുന്നത്. അല്ലാതെ ഇന്നടത്തൊരു ആത്മീയനുണ്ട്, അദ്ദേഹം പ്രാർത്ഥിച്ച് സൗഖ്യം വന്നു, അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഇത്ര പേര് രക്ഷിക്കപ്പെട്ടു, ഈ മനുഷ്യൻ 100 പേരെ സ്നാനപ്പെടുത്തി എന്നൊരു പരിപാടിയില്ല. ഇതൊന്നും നോക്കിയല്ല ലീഡർഷിപ്പിലേക്ക് വരുന്നത്. നമ്മൾ തിമത്തിയോസിൻ്റെ ലേഖനം പഠിച്ചു നോക്കിയാൽ 3-ാം അധ്യായത്തിൽ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് വ്യക്തിവൈഭവമാണ്. അത് ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നീ എബോ റിപ്രോച്ച് ആയിരിക്കണം എന്നും പറഞ്ഞ് കുറേ ക്വാളിറ്റി പറഞ്ഞിരിക്കുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കുടുംബജീവിതവും മക്കളെയും നന്നായി ഭരിക്കുന്നവനായിരിക്കണം. ആദ്യം വ്യക്തിപരമായി അവൻ ശ്രേഷ്ഠനായിരിക്കണം, രണ്ടാമത് അവനും അവൻ്റെ കുടുംബവും നന്നായിരിക്കണം, മൂന്നാമത്തേത് അവന് സഭയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ലീഡർഷിപ്പും അഡ്മിനിസ്ട്രേഷനും ആത്മീയവും പ്രാർത്ഥനയും ഉള്ള ഒരു വ്യക്തിയായി മുന്നോട്ട് വന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രാപ്തനായിരിക്കണം. നാലാമത്തേത് പുറത്തുള്ളവരോട് സാക്ഷ്യമുള്ളവനായിരിക്കണം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. അത് നമുക്ക് മിസ്സായിപ്പോയി. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് നമുക്കിവിടെ നോക്കണം. വെറും ആഹാരം വിളമ്പാൻ തിരഞ്ഞെടുത്തവർക്ക് ജ്ഞാനമുണ്ടായിരിക്കണം, സാക്ഷ്യമുണ്ടായിരിക്കണം, അതുകൂടാതെ വിശ്വാസമുണ്ടായിരിക്കണം, അതുകൂടാതെ അവർ എല്ലാ നിലകളിലും സെർവ് ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കണം. അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. അപ്പം വിളമ്പാനുള്ളവർക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആത്മീയ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന ഇവർക്ക് കുറഞ്ഞ പക്ഷം എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ? അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പണവും പ്രതാപവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തത് കൊണ്ടാണ് മറ്റുള്ളവർ ഒന്നുകിൽ ഒഴിഞ്ഞുപോയി. കാരണം അവർ ഇവരോട് പറയുമ്പോൾ അവർ അനാത്മീയരാകും, അതുകൊണ്ട് അവർ ഒഴിഞ്ഞുപോയി, അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിട്ടു. മൂന്നാമത്, ഇപ്പോൾ ഞാനതിനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് കുറച്ച് പണമുണ്ടെന്നിരിക്കട്ടെ, അവിടെ കൊണ്ടുപോയി നേതാവിൻ്റെ പക്കൽ കൊടുത്താൽ ഒരു സ്റ്റേറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു അധികാരം കിട്ടി. നിങ്ങളാണ് പ്രസിഡന്റ്. ആൾ ഇന്നലെ വരെ ആരാണെന്നുള്ളതിന് ക്വസ്റ്റ്യൻ ഇല്ല. പണം ഒഴുക്കാൻ എവിടെ കഴിവുണ്ടോ അവരാണ് ഇന്ന് സ്ഥാനം. സാറേ, പണവും വേണ്ടേ സഭയ്ക്ക്? തീർച്ചയായും പണം വേണം. പക്ഷേ പണം സഭയിൽ നിന്ന് വരണം. ആത്മീയരായ ജനങ്ങൾ ഭാരം കൊണ്ട് പണം കൊടുക്കണം. അത് തീർച്ചയായും നമുക്കുണ്ട് പണം. ഞാൻ കണ്ടിട്ടുണ്ട്. IPCയെ സംബന്ധിച്ചിടത്തോളം ഞാൻ IPCയിലെ ശുശ്രൂഷകനായിരുന്നു. ഏത് കാര്യത്തിനും നമ്മൾ പ്രസൻറ്റ് ചെയ്താലും അത് ആത്മാർത്ഥമുള്ളതാണെങ്കിലും ശരിയായതാണെങ്കിൽ ആൾക്കാർ പണം കൊടുക്കും. അപ്പോൾ പണമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം വിശ്വസ്തരായ മനുഷ്യരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവർ കുഴപ്പം കാണിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പണം വരാത്തത്. അതുകൊണ്ടാണ് വളഞ്ഞ മാർഗം നമ്മൾ നോക്കുന്നത്. യേശു തമ്പുരാൻ എന്താ പറഞ്ഞേ? പണവും ദൈവവും ഒന്നിച്ചു പോകയില്ലെന്നാണ്. പക്ഷേ നാം വിശ്വസിക്കുന്നത് എന്താ? പണം ഇല്ലാതെ കാര്യം നടക്കില്ലെന്നാ. തിമോത്തിയോസിൻ്റെ ഈ ആരാണ് യഥാർത്ഥ ബഹുമാനിക്കപ്പെടുന്ന ശുശ്രൂഷകനെന്ന് 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിന് 17-ാം വാക്യം പറയുന്നത്, സഭയെ നന്നായി ഭരിക്കുന്ന ശുശ്രൂഷകന്മാർ, പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെടുന്നവർ കൂടുതൽ ബഹുമാനാർഹരായി പരിഗണിക്കപ്പെടണം. ഞാൻ വേറൊരു ട്രാൻസ്ലേഷനാണ് വായിച്ചത്. അപ്പോൾ ദൈവ കാര്യങ്ങളിൽ സ്ഥാനം കൊടുക്കുന്നവരും ജനങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളർത്തിയെടുക്കാൻ പ്രബോധിപ്പിക്കുന്നവരും ആണ് നേതാക്കന്മാരാകേണ്ടത്. അല്ലാതെ ഞാൻ ശുശ്രൂഷ ചെയ്യല്ല, മറ്റുള്ളവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എക്വിപ്പ് ചെയ്യുകയാണ്. അവരാണ് ഇരട്ടി ബഹുമാനത്തിന് യോഗ്യർ. ഇന്ന് ഇതുവല്ലോ ആണോ? ബൈബിൾ സ്കൂളിൽ പോകാത്തവരെ, ബിസിനസ്സുകാരെ, അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവരാണ് എല്ലാ സ്റ്റേറ്റും ഭരിക്കുന്നത്.
നല്ല ആത്മീയരൊക്കെ വഴിമുട്ട് പോയി. ഈ ബിസിനസ്സുകാർ ഇതിനകത്തോട്ട് കയറി വന്നത് സഭയെ ഒരു വല്ലാത്ത തകർച്ചയിലേക്ക് എത്തിച്ചു. തീർച്ചയായും അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ആയി, പക്ഷെ കെട്ടിടമൊന്നുമില്ലാതാണ് ഒന്നാമത്തെ സഭ സ്ഥാപിതമായത്. അവർക്കൊക്കെ വീടുകളിൽ അവർ ആരാധിച്ചു കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ എന്തെല്ലാം നോമിനൽ ചർച്ചിൽ നിന്ന് വിട്ടുവോ അതെല്ലാം നമ്മൾ തിരിച്ചെടുത്തു. അത് ഡോക്ടർ തുടങ്ങി, റവറൻഡ് തുടങ്ങി ഇന്നിപ്പോൾ സകലതും നമ്മൾ കൈമാറി വേറൊരു ഓമന പേര് വിളിക്കുമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല സാറേ, അതൊക്കെ വേണ്ടേ സഭയ്ക്ക്? ഇപ്പം നമ്മളിപ്പോൾ 10 പേരായിരുന്നു, അല്ലെ 25 പേരായിരുന്നു, 50 പേർ, 100 സഭയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന രീതിയിൽ 3500 സഭയുള്ളപ്പം പോകാൻ ഒക്കും? പറ്റുകയില്ല. പക്ഷെ അത് സംഘടനയുടെ പ്രസിഡന്റ് ആകണം, സംഘടനയുടെ സെക്രട്ടറി ആകണം. പക്ഷെ ആത്മീയ കാര്യം സഭയെന്ന് പറയുന്നത് ഈ സംഘടനയല്ല. അത് ഗവൺമെൻറ് തലത്തിൽ ഇതിനെ ഓർഗനൈസ് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുവാൻ അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾ ആത്മീയ കാര്യം നോക്കും, നിങ്ങൾ ഭൗതിക കാര്യങ്ങൾ നോക്കും. സാറേ, ഇത് സാർ പറയുമ്പോൾ അടിസ്ഥാനപരമായി IPCയിലുണ്ടായ ഒരു പല കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള ഒരു ചർച്ചയും വിവാദ വിഷയമാണ് ഈ സാർ ഇപ്പോൾ പറഞ്ഞ വേറൊരു ഭാഷയിൽ പറഞ്ഞത്. അതായത് ഈ അൽമായർക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു സഭയാണ് IPC. പക്ഷേ കാലക്രമേണ വന്നപ്പോൾ ഈ അൽമായർക്കുണ്ടായിരുന്ന പ്രാധാന്യം ഇന്നൊട്ടും ഇല്ലാതായിപ്പോയി. വോട്ട് ചെയ്യുക അല്ലെങ്കിൽ കൗൺസിൽ വന്നിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സഭയുടെ നിയന്ത്രണത്തെയോ അല്ലെങ്കിൽ സഭയുടെ ഭൗതിക കാര്യങ്ങളെ പോലും നിയന്ത്രിക്കാനുള്ള, അതിനെ നടത്താനുള്ള ഒരു അവകാശം ഇവർക്കില്ലാതെയായി. അതും കൂടെ ഈ സോ കോൾഡ് ലീഡേഴ്സ് എന്ന് പറയുന്ന ഈ പാസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് എന്ത് ചെയ്തു വന്നുയർന്നു. അപ്പം ഈ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന പാസ്റ്റേഴ്സിന് അത് ചെയ്യാനും സമയമില്ല, അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ വന്നവർക്ക് ആ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനും സമയമില്ല, ഭൗതിക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും വയ്യാത്തൊരു രണ്ടും കൂടെ കുഴഞ്ഞ് ഇത് രണ്ടും പാളിപ്പോയൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഭൗതിക കാര്യങ്ങൾ ചെയ്യുവാൻ അതിന് വേറെ ആൾക്കാർ, അതിന് അവർക്ക് നമ്മുടെ എത്രോ പറഞ്ഞതുപോലെ വിശ്വസ്തരായിരിക്കണം, പണം താല്പര്യമുള്ളവരായിരിക്കും. പറഞ്ഞു വരുമ്പോഴേ ഈ മർത്തോമ സഭയുടെ സ്ട്രക്ചറിനെ സാറിന് അറിയാമല്ലോ, നന്നായിട്ട് അറിയാമല്ലോ. അപ്പം അത് കുറച്ചും കൂടെ ഇപ്പോൾ സാറ് പറഞ്ഞതുമായിട്ട് ഏകദേശം അടുത്ത് വരുന്ന ഒരു രീതിയാണ്. സഭയ്ക്ക് ആത്മീയ നേതൃത്വമുണ്ട്, അപ്പോൾ തന്നെ അവരുടെ മണ്ഡലം എന്ന് പറയുന്ന ഒരു ഭൗതിക കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത് നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. ഇത് രണ്ടും കൂടെ ഒരേ മനസ്സോടെ പോകുമ്പോഴേ ഇത് ഭംഗിയായിട്ട് പോകത്തുള്ളൂ. പക്ഷേ ഈ IPCക്ക് ഈ ഒരു ജനാധിപത്യ സംവിധാനം തുടക്കം മുതലുണ്ടെങ്കിലും ഇത് രണ്ടും കൂടെ ആത്മീയ നേതൃത്വവും ഭൗതിക നേതൃത്വവും രണ്ടും കൂടെ ഒരേ മനസ്സോടെ ഒന്നിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കാതെ വരികയും എല്ലാറ്റിലും ഈ ലീഡർഷിപ്പ് കൈകടത്തുകയും ചെയ്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വേദപുസ്തക പ്രകാരം ഓരോരുത്തർക്കും ഓരോ കൃപയാണ്. പാസ്റ്ററുടെ കൃപ എന്ന് പറയുന്നത് എൻ്റെ ചിന്താഗതിയിൽ ഒരു 6 കാര്യത്തിലാണ്. 1 പ്രീച്ച് ചെയ്യുക, 2 ടീച്ച് ചെയ്യുക, 3 കൗൺസിലിംഗ് ചെയ്യുക, 4 പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, ആത്മീയ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, അടുത്തത് പിന്നെ ലീഡർഷിപ്പ്, എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുക കാര്യങ്ങൾ, ഓരോരുത്തരുടെയും കഴിവ് കണ്ടെത്തി ഒരാളെ അതിനേൽപ്പിക്കുക, മറ്റേ ആളെ ഇതിനേൽപ്പിക്കുക, 6ാമത്തേത് മിഷൻ വർക്ക്. ഇതാണ് പാസ്റ്റേഴ്സ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നാം കാര്യങ്ങൾ ചെയ്യണം. പണം കൊണ്ടുവന്ന ശിമോനെ മാറ്റി നിർത്തി, അവനെ ആത്മീയമല്ല, അവനെ മാറ്റി നിർത്തി ബാക്കി ആത്മീയരായ മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവന്നു. അതിലൊരാളാണ് സ്തെഫാനോസ്. അതെ, ആ സ്തെഫാനോസ് എത്ര ശ്രേഷ്ഠനായി വളങ്ങിയെന്ന് 7-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും. വേറൊരാളെ ഫിലിപ്പോസ്, വേറൊന്ന് പീലിപ്പോസ്. ആ പീലിപ്പോസിന് ലഭിച്ച വേറൊരു അനുഭവം ആർക്കും ലഭിച്ചില്ല. പരിശുദ്ധാത്മാവ് അവനെ ഇവിടെ എടുത്തുകൊണ്ടുപോയി. അപ്പോസ്തലന്മാരെയും സംഭവിച്ചിട്ടില്ല, വേറെ ആർക്കും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ദൈവമാക്കിയ സ്ഥാനത്ത് വിശ്വസ്തരെ ദൈവം ഇവിടെ വരെയും ഉയർത്തും. പക്ഷേ IPCക്ക് മാത്രമല്ല, പെന്തക്കോസ്ത് സമൂഹത്തിന് പറ്റിയത് ദൈവം കൊടുത്ത ശുശ്രൂഷയ്ക്ക് പകരം അവരെ ഈ സംഘടനയുടെ കാര്യങ്ങളുടെ കയ്യിലെടുത്ത് ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കുവാനോ ധ്യാനിക്കുവാനോ പ്രസംഗിക്കുവാൻ പ്രാർത്ഥിക്കുവാനോ ഉള്ള സമയം കണ്ടെത്താതെ ശവമടക്കനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം അവർ പോയി, അവർ ക്ഷീണിച്ച് ഒരു ക്രമമായി കാര്യങ്ങൾ ഇങ്ങനെ ചട്ടമായി നടന്നു പോകുന്നു എന്നല്ലാതെ പഴയ ആത്മീയ ലീഡേഴ്സ് ഇന്നില്ല. അതാ പ്രശ്നം. പ്രാർത്ഥിക്കുന്നവരും ദൈവജനം ധ്യാനിക്കുന്ന
നിങ്ങൾ ഉപദേശിമാരോട് ചോദിച്ചു നോക്കെ, 1 മണിക്കൂർ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ, എല്ലാ ദിവസവും ബൈബിൾ ഒരു 5 അധ്യായം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു നോക്കെ. കുറഞ്ഞ പക്ഷം 1 വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും ബൈബിള് ആദിയിൽ നിന്ന് തുടങ്ങി കർത്താവെ വേഗം വരണമെന്ന് വായിക്കുന്നവരായിരിക്കണം ദൈവ ശുശ്രൂഷകന്മാർ. അത് മനപ്പാഠം പഠിക്കുന്നവരായിരിക്കണം, അത് ധ്യാനിക്കുന്നവരായിരിക്കണം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല പണം കൊണ്ട് സാധിക്കുമെന്നല്ല. നമ്മളും രാഷ്ട്രീയക്കാരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം രാഷ്ട്രീയക്കാർ പണവും ഇൻഫ്ലുവൻസും ഉപയോഗിക്കുന്നു. അത് ജാതികളുടെ മാർഗമാണെന്ന് യേശു പറഞ്ഞു. എൻ്റെ മാർഗം ശുശ്രൂഷിക്കുന്നതാണ്, ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനും ജീവൻ കൊടുക്കുവാനും താല്പര്യമുള്ളവരായിരിക്കണം ശുശ്രൂഷകന്മാർ. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ അല്പം വിമർശനാത്മകമായിട്ട് സാറിനോടൊന്ന് പറയട്ടെ. ഈ IPCയിലെ ഒത്തിരി മിടുക്കന്മാരായ പ്രാപ്തന്മാരായ ദേവദാസന്മാർ ഇന്ന് വിദേശ രാജ്യങ്ങളിലുണ്ട്. സാറിനെ പോലെ ഉള്ള ആളുകൾ അമേരിക്കയിലോ കാനഡയിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ എന്ത് ചെയ്യുന്നു? സഭാ ശുശ്രൂഷ ചെയ്യുന്നു. നിങ്ങളൊരു കംഫർട്ട് സോണിലാണ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നല്ല, നല്ല കാര്യമാണ്. ആ സഭകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. IPCക്ക് അമേരിക്കയിലാണെങ്കിലും ധാരാളം നല്ല സഭകളുണ്ട്, കാര്യങ്ങളെല്ലാം നല്ല കാര്യം. പക്ഷേ ഇത് ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ക്രീമി ലെയറായി എന്ത് ചെയ്തത്? നഷ്ടപ്പെട്ടത് വിദേശത്തേക്ക് പോയത്. ഇപ്പം അതിൽ സക്സസ് ആയ ചിലരുണ്ട്, സഭാ ശുശ്രൂഷകന്മാരായി തുടരുന്ന ചിലരുണ്ട്. പക്ഷേ ഒരു 85-90% ഇവിടുന്ന് മിടുക്കന്മാരായിരുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രയോജനപ്പെടേണ്ടിയിരുന്ന ആളുകൾ സഭയ്ക്ക് നഷ്ടപ്പെട്ടു. അപ്പം വന്നപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്തത്? ഒരു ലാക്ക് ഓഫ് ലീഡർഷിപ്പ് ഉണ്ടായത്. ഇവിടെ നിന്ന് വലിയൊരു ഈ ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടുത്തെ ഒരു ക്വാളിറ്റിയുള്ള ഒരു വിഭാഗം എന്ത് ചെയ്തു? അപ്രത്യക്ഷമായപ്പോൾ ഇവിടെ കുറേ അതിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മളതിനെ നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, അതിന് പ്രാപ്തിയില്ലാതിരുന്ന കുറച്ച് ആളുകൾ ലീഡർഷിപ്പിലേക്ക് എന്ത് ചെയ്തു? പൊങ്ങി വന്നു. ഇത് സഭയുടെ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയെ വല്ലാതെ ബാധിച്ചിട്ടില്ലേ? സാറിനെ പോലുള്ളവരും അതിനകത്ത് കുറ്റക്കാരാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിന് ഒരു കാര്യം, എനിക്ക് പ്രായമുള്ളപ്പം പോയതല്ല, വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അമേരിക്കയിൽ പോയതാണ്. അവിടെ പോയി ഞാൻ വെസ്റ്റ് മിനിസ്റ്റർ തിയോളജിക്കൽ സെമിനാരിയിലെ MARഉം MD വിക്കുലൻസിയും ഓൾഡ് ടെസ്റ്റ്മെന്റ് MDHഉം പാസ്റ്ററൽ മിനിസ്ട്രി ആൻഡ് കൗൺസിലിങ്ങിൽ ഡോക്ടറേറ്റും എടുത്തു. എന്നിട്ട് അന്ന് തുടങ്ങി ഞാൻ പാസ്റ്റർ ശുശ്രൂഷയില്ല. ചെറിയ സഭകൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, വലിയ സഭയിൽ ഞാൻ പാസ്റ്ററായിട്ടിരുന്നിട്ടുണ്ട്. അതുകൂടാതെ അതേ പാരൽ സമയത്ത് ഞാൻ ബംഗാളിൽ പോയി 70 സഭകൾ സ്ഥാപിച്ചു. ഇപ്പോഴും ഞാൻ പല വിധത്തിലും പലരെ ഈ ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സുവിശേഷകരെ ഇപ്പോഴും ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കാര്യമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ സ്വഭാവം വെച്ച് ഈ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്ത് പണം കൊടുത്ത് ഇവിടെ ഒരു സ്ഥാനമായി മാനമായി ജീവിക്കാൻ അല്ലാത്തൊരു വഴി ഞാൻ കാണുന്നില്ല. ഒരു ആത്മീയനായ മനുഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ വന്ന് ഒരു ഇടത്ത് നിന്നാൽ അവൻ ജയിക്കുകയില്ല. ഞാനത് കണ്ടിട്ടുണ്ട്. ഇപ്പം അമേരിക്കയിലെ സഭയുടെ കാര്യത്തിൽ പോലും ഞാനത് കണ്ടിട്ടുണ്ട്. കഴിവുള്ള ആരെങ്കിലും ഒരാളെ പാസ്റ്ററാക്കണമെന്ന് വിചാരിച്ചാൽ ആ സഭയിലെ പൊളിറ്റിക്സ് കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ആയിരിക്കും മിക്കവാറും കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവിടെ ഒരു ചരട് വലി നടന്നാലേ പറ്റുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ക്വാളിറ്റി ഉള്ളവരെയും കഴിവുള്ളവരെയും അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു തടസ്സം വരുമ്പോൾ ആൾക്കാരെ അങ്ങനെ അമേരിക്കയിലോ യൂറോപ്പിലോ മറ്റ് സ്ഥലങ്ങളിലും പോകുന്നത്. അവിടെ കുറഞ്ഞ പക്ഷം അവർക്കൊരു കംഫർട്ടബിൾ ലൈഫെങ്കിലും ലഭിക്കും. പ്രാർത്ഥിച്ചും ദൈവസന്നിധാനത്തിൽ ഇരുന്നു അവരുടെ കാലം കഴിക്കാം. അവർ കുറച്ച് നാളൊക്കെ ഇവിടെ ശുശ്രൂഷിച്ച ശേഷമായിരിക്കും മക്കളോ മരുമക്കളോ ആയിരിക്കും അവരെ കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുന്ന ഉടനെ ലിമിറ്റഡായ ശുശ്രൂഷയേ ഉള്ളൂ. ഒന്ന് ഈ ലാംഗ്വേജ് അറിയണം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ കഴിവുകൾ തെളിയിക്കണം, എന്നാൽ മാത്രമേ ഒരു സഭാ ശുശ്രൂഷ കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടെ അവരെ പുറന്തള്ളുന്ന ഒരു രീതിയും കൊണ്ട് അവർക്ക് ഈ രാഷ്ട്രീയത്തിൽ കളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ മടങ്ങി വരാത്തത്. ഓക്കെ സാർ, ഇപ്രാവശ്യം കുമ്പനാട് കൺവെൻഷൻ വന്നിരുന്നോ? ഇല്ല. അങ്ങനെ പതിവായിട്ട് വരുന്ന ഒരാളൊന്നും അല്ലെന്ന് തോന്നുന്നു. അപ്പം പതിവായിട്ട് വരാറില്ല. പക്ഷേ ഞാൻ വരുന്ന കാലങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നു. ഈ പ്രാവശ്യം വരുവാൻ എനിക്കൊട്ടും മനസ്സുണ്ടായില്ല. ഇല്ല. ആരും ക്ഷണിച്ചുമില്ല. ഇല്ല. ഓക്കെ. ഈ സഭ ഇപ്പം നേരിടുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാളും അറിയാവുന്ന ഒരാളാണ്, പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അറിയാവുന്ന ഒരാളാണ്. എന്താണ് സാറിൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടോ ഇത് നേരെയാവുമെന്ന്? അതോ എൻ്റെ ചിന്താഗതിയിൽ വേദപുസ്തകത്തിൽ ആരാധനയേക്കാൾ വലുത് റെക്കൺസിലിയേഷനാണ്.
കാരണം കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത്തേത്, നീ യാഗപീഠത്തിൽ പോകുന്നതിന് തോന്നുന്ന സമയത്ത് ആരോടെങ്കിലും എന്തെങ്കിലും നിനക്കുണ്ടെന്ന് വല്ലവരോടും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ഈ യാഗം നീ കഴിക്കണ്ട, നീ അവിടെ വെച്ചിട്ട് രമ്യപ്പെട്ടിട്ട് മടങ്ങി വരാനാ. നമുക്ക് ആ തത്വം പോയി. രണ്ടാമത്, യേശുവിൻ്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറില്ല, ചൊല്ലിയാൽ പണ്ടേ മാറ്റം വന്നേനി. ഞാൻ ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ച ശേഷമേ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ അടുത്ത വാക്യം അതാ പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെയാണ് നിങ്ങളോട് ക്ഷമിക്കുന്നതെന്ന്. അപ്പോൾ ആ പ്രാർത്ഥന വിട്ടുകളെ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എന്താ, ആരോടും ക്ഷമിക്കാതെ കർത്താവിനോട്, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്തമേശ വരെ നമുക്ക് എടുക്കാം. ഈ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നാം വിചാരിക്കുന്ന ദൈവസന്നിധാനത്തിലെല്ലാം ശരിയായാൽ കാര്യം ശരിയാകുന്നു. പക്ഷേ യേശു അതിനെ അംഗീകരിച്ചില്ല. ദൈവസന്നിധാനത്തിൽ കൊണ്ടൊരു വലിയ തുക കൊടുത്തിട്ട് മാതാവിനെയും പിതാവിനെയും നോക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലെന്ന് പറഞ്ഞവരോടെ യേശു കണ്ടം ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങളുടെ പാരമ്പര്യ നിമിത്തം ദൈവകൽപ്പന ദുർബലപ്പെടുത്തുന്നു എന്നാ പറഞ്ഞത്. അതും മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 8:9 പണം പിരിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രമല്ല മനുഷ്യരുടെയും മുൻപിൽ നല്ല സാക്ഷ്യം വഹിക്കേണ്ടതിനെ 2 സഹോദരന്മാരെ കൂടെ വിടുക. അപ്പോൾ നമ്മൾ ഈ പ്രിലിമിനറി ക്രിസ്തീയ പ്രിൻസിപ്പിൾ തള്ളിക്കളഞ്ഞു. ഒന്ന്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തണം. കാരണം നിനക്കും കുഴപ്പമുണ്ട്, നീയും വീണു പോകുവാനിടയുണ്ട്, നിൽക്കുന്നു എന്ന് തോന്നുന്നതിനും വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമുക്ക് ഗ്രേസ് നഷ്ടപ്പെട്ടു. നമ്മൾ ഗ്രേസ് പ്രസംഗിക്കുന്നവരാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു കാണിച്ച ഗ്രേസ് പാപികളുടെ അടുക്കൽ, ഈ നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം 19 സക്കായി യേശുവിനെ കാണാൻ ഒരു മരത്തെ കയറിയപ്പോൾ യേശു പറഞ്ഞു, നീ അങ്ങനെ കാണണ്ട, നിന്റെ കൂടെ ഞാനങ്ങ് വന്നങ്ങ് താമസിക്കാം. പോകാൻ ഇറങ്ങിയ ഉടനെ സകല മനുഷ്യരും പിറുപിറുത്തു, പാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെ പാർക്കാൻ പോകുന്നു. യേശു അതിനെയൊന്നും മാനിച്ചില്ല. ഗ്രേസ് കൊടുക്കുക. കാരണം എന്താ, അവൻ അബ്രാഹാമിൻ്റെ സന്തതി ആയിരുന്നു, ഇപ്പോൾ അല്ല, അവനെ യഥാസ്ഥാനപ്പെടുത്താൻ. അപ്പോൾ യഥാസ്ഥാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് പ്രസംഗിക്കാൻ നമുക്ക് അറിയാം, നമ്മൾ പ്രസംഗിക്കുന്നതൊക്കെ ശരിയാ. കർത്താവ് മത്തായിയുടെ സുവിശേഷം 23 പറഞ്ഞതുപോലെ, അവർ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം, പക്ഷെ അവരുടെ പ്രവൃത്തി പോലെ ആകരുത്. നമ്മൾക്ക് പ്രവൃത്തി നഷ്ടപ്പെട്ടു പോയി, നമ്മൾക്ക് ഗ്രേസ് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ലോകക്കാരേക്കാൾ തരം താണു. കൊരിന്ത്യ ലേഖനത്തിൽ ജാതികളുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവന്ന് വന്നവർ കേസ് കൊടുക്കാൻ പോയി. അതിനെപ്പോലും പൗലോസ് എതിർക്കുകയാണ് ചെയ്തത്. നിങ്ങളിൽ ഒരു കഴിവുള്ളവൻ ഇല്ലയോ ഇത് പറഞ്ഞു തീർക്കാനെന്ന്. അപ്പോൾ കർത്താവ് കാണിച്ച ഗ്രേസ് നഷ്ടപ്പെട്ടു, ക്ഷമിക്കുന്ന മനോഭാവം നമുക്ക് നഷ്ടപ്പെട്ടു, രമ്യപ്പെടുവാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. നമ്മൾ എന്തു വിശ്വസിക്കുന്നു നാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയത്തെ നാം ചിത്രീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ കുഴപ്പം സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരുവൻ ഇല്ലയോ എന്നുള്ള പൗലോസിൻ്റെ ചോദ്യം ഇന്നും പ്രസക്തമല്ലേ? വളരെ പ്രസക്തമാണ്. നമ്മളിപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒന്നും നോക്കാത്തവനെ പിന്നെ അതെല്ലാം കാര്യമാണോ? അടിസ്ഥാന തത്വം ലക്ഷ്യമാക്കാത്ത ഒരു വ്യക്തിക്ക് ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. അവിടെയാണ് പ്രശ്നം. ഈ ഒരു പ്രശ്നമല്ല. അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്തെങ്കിലും പാപം ചെയ്തെങ്കിൽ ആദ്യം ആ വ്യക്തിയോടെ യാക്കോബ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ അന്യോന്യം പാപങ്ങളേറ്റ് പറയണമെന്നാണ്. അതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും കുറഞ്ഞപക്ഷം ഒരുവനോട് തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ സന്തോഷമല്ലെന്ന് കണ്ടാൽ, അത് രമ്യതയിലാക്കിയിട്ട് വേണം ആരാധന നടത്താൻ. അതുകൊണ്ടാണ് ഞാൻ ആർട്ടിക്കിൾ എഴുതിയത്, 102 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചാൽ നാബോത്തിനെ കൊല്ലാനും ഉപവാസ പ്രാർത്ഥനയെ അവർ വെച്ച് ആത്മീയ ഒരു പരിവേഷം കൊടുക്കാൻ. അതാണ് നമ്മൾ ചെയ്യുന്നത്. ജനങ്ങൾ പാവങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഈ ഉള്ളിൽ നടക്കുന്ന രാഷ്ട്രീയ കളി അവരെ കബളിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതറിയുന്ന ഈ നാട്ടുകാരെന്തോ വിചാരിക്കും, ഇത് കേൾക്കുന്നവരെന്ത് വിചാരിക്കും, ഇതിനെക്കുറിച്ച് ബോധമുള്ളവരെന്തോ വിശ്വസിക്കും. അവിടെ കൺവെൻഷന് തുവാല വീശിയാലും അന്യഭാഷ പറഞ്ഞാലും അതൊന്നും ദൈവാത്മാവിൻ്റെ ആത്മാവല്ല. ദൈവാത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ഒരാട് കിടക്കുന്നിടത്ത് പൂട കിടക്കുമെന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് വരുന്നിടത്ത് പരിശുദ്ധിയുടെ എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കണ്ടേ? തീർച്ചയായിട്ടും. നമ്മെ വിളിച്ചിരിക്കുന്ന വിശുദ്ധ വിളി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ അടിസ്ഥാനപരമായി യേശു പഠിപ്പിച്ചതോ വേദപുസ്തകത്തിൻ്റെ പ്രിൻസിപ്പിളോ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് റോമാ കാതലിക്സിനെ നാം കുറ്റം പറയുമായിരുന്നു, പാവമോചനത്തിന് വേണ്ടി അവർ പണം വാങ്ങിയെന്ന്. അതിനേക്കാൾ മോശമായ നാം ഇന്ന് ഓരോരുത്തരും ആയിരിക്കുന്നത്. അവർക്ക്
ഒരു 1700 വർഷം എടുത്തു ഇത്ര അധപ്പതിക്കാൻ. നമ്മളെ അധപ്പതിക്കാൻ വെറും 100 വർഷമേ എടുത്തുള്ളൂ. 4ാം തലമുറ വന്നപ്പോഴത്തേന് എല്ലാം ലംഘിച്ചു. അതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ് സാറേ. ഈ IPCയുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം സാറിന്? ക്ഷമിക്കണം, രമ്യപ്പെടണം, എന്നാൽ മാത്രമേ നടക്കുള്ളൂ. എന്ത് പാപവും കർത്താവ് ക്ഷമിക്കും. അത് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഒരേ ഒരു പാപമേ ഉള്ളൂ ദൈവം ക്ഷമിക്കാത്തത്. പരിശുദ്ധാത്മാവിനെതിരെ കർത്താവിനെ റിജക്റ്റ് ചെയ്യുന്ന ഏക പാപം. ബാക്കിയുള്ള ഏത് പാപവും വേദപുസ്തകത്തിൽ ക്ഷമിച്ചിട്ടുണ്ട്. കർത്താവ് ഉള്ള കാലത്തും ക്ഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമല്ല. നമുക്കൊരു മനസാന്തരം വന്നാൽ മതി. നമ്മുടെ ദുഷ്ടതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി ദൈവവചനത്തിന് വിരോധമായി നാം പോകുന്നു, നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കാനാണ് നാം ശ്രമിക്കുന്നത്, ദൈവരാജ്യമല്ല എന്നുള്ള ചിന്ത വന്നിട്ട് നമുക്കൊരു മാനസാന്തരം അവരുണ്ട്, ഒരു റിവൈവൽ അവരുണ്ട്. അത് വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. ഇത് ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞപ്പം നിങ്ങളുടെ ഇടയിൽ ഒരാൾ ഇതിന് തയ്യാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പം ഈ IPC നേരത്തെ ഭിന്നതയുണ്ടായിട്ടുണ്ട്. 2 ഭിന്നതകൾ, വലിയ ഭിന്നതകൾ സഭയ്ക്കുണ്ടായി. 2ആയിട്ട് സഭ മുന്നോട്ട് പോയ കാലഘട്ടങ്ങളുണ്ട്. പഴയ കാലമാണ്, ഇത്രയും സഭകളില്ലായിരുന്നു. എൻ്റെ 10-1 സഭകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ ഭിന്നതയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ IPCയുടെ 1ാം ഭിന്നത 1950കളിലുണ്ടായ ഭിന്നത പരിഹരിക്കുന്നത് മാർത്തോമ സഭയിലെ ഒരു പുരോഹിതനാണ്. നമ്മളെല്ലാം വിട്ടേച്ച് പോകുന്ന ഒരു സഭയിലെ ഒരു പുരോഹിതൻ വേണ്ടി വന്നു IPCയിലെ ഭിന്നത പരിഹരിക്കുക. പക്ഷേ അവിടെ നമുക്കൊരു അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണുമ്പോൾ ഒരു മധ്യസ്ഥൻ്റെ റോളിലേക്ക് വരാൻ ഒരു പുരോഹിതൻ തയ്യാറായി. അതിനെ ഏറ്റെടുക്കാൻ ഈ സഭയുടെ നേതൃത്വത്തിന് വലിയ ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കേൾക്കാൻ അവർ തയ്യാറായിരുന്നു 2 കൂട്ടരും. എന്നാൽ ഇപ്പോൾ വന്നിട്ട് ഈ സഭയിലുള്ളവർ പറഞ്ഞാൽ പോലും ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പോകുന്നു. അത് വലിയ വലിയ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണ്. എന്നാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ശുഭാപ്തി വിശ്വാസമുള്ളവരും ഒക്കെ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. സാറിനും അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് നാണംകേടാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. നമ്മുടെ ഇടയിലെ മറ്റ് ജാതികളായ ആൾക്കാർ നമുക്ക് വേണ്ടി ഡിസിഷൻ എടുക്കുമ്പോൾ അവർ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, അവർ കോടതിയുടെ നിയമം വെച്ചേ അവർ ചെയ്യത്തുള്ളൂ. ഈ കോടതി എന്ന് പറയുന്നത് തന്നെ 100% ഇന്ന് പലരും നമുക്കറിയാം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പശുവിനെ കൊന്നവരെ തടവിലാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കോടതിയുടെ ചിന്താഗതിയിൽ കോടതി എന്ന് പറയുന്നത് മനുഷ്യരാണല്ലോ, ന്യായവും നീതിയും എപ്പോഴും ലഭിക്കണമെന്നൊന്നുമില്ല. ന്യായവും നീതിയും എങ്ങോട്ടേ ഉള്ളൂ. നമ്മളുടെ ചോദ്യം അബ്രാഹാം ചോദിച്ചു ദൈവത്തോടെ, സർവ്വലോകത്തിൻ്റെ അധിപതി അന്യായം ചെയ്യുമോ? 10 പേരുണ്ടെങ്കിൽ സൊദോമിനെ നശിപ്പിക്കുമോ എന്ന് വരെ എത്തി. കാരണം ആ ഒറ്റ ചോദ്യത്തിൻ്റെ മുൻപിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് കടന്നു വരണം. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ന്യായവും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുമ്പോൾ അതിനനുസരിച്ച് നാം കീഴ്പ്പെടണം, അതിനെ അംഗീകരിക്കണം. അതിപ്പോൾ ആര് സത്യം പറഞ്ഞാലും അതിനെ അംഗീകരിക്കണം. കാരണം നമ്മൾ എഫെസ്യ ലേഖനം 5-ാമത്തെ ആയത്തിൽ 22-ാം വാക്യം തൊട്ടാ കല്യാണത്തിന് പ്രസംഗിക്കുന്നത്. പക്ഷേ 21-ാം വാക്യം എന്താ പറയുന്നതെന്ന് അറിയാമോ? അന്യോന്യം ക്രിസ്തുവിൻ്റെ ഭയത്തിൽ കീഴടങ്ങി. അപ്പോൾ അത് ഭാര്യയ്ക്കും ഭർത്താവിനും ബാധിക്കുമോ? ആര് സത്യം പറയുമോ, ആര് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമോ? 18-ാം വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്ന ജനങ്ങൾക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ അന്യോന്യം കീഴ്പ്പെടുവാൻ. അപ്പോൾ ഇവരെന്തോ ചെയ്യണം? ജഡീക സ്വഭാവങ്ങളെ വിട്ടിട്ട് ആത്മാവിനാൽ നടത്തപ്പെട്ട് ആത്മാവിൻ്റെ ഫലം കായ്ക്കുമ്പോൾ ഈ താഴ്മയും ഇതുപോലെയുള്ള സ്വഭാവം നമുക്ക് വരും. അപ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടാതെ ജഡത്തിൻ്റെ പ്രക്രിയയിൽ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ തകരാറുകളെല്ലാം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ലീഡേഴ്സിനോടും പാസ്റ്റേഴ്സിനോടും ദൈവജനത്തോടും ഉള്ള ഒരു ആത്മീയ ആലോചനയാണ് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ വാക്കുകളിൽ പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിൽ നമ്മുടെ എഴുത്തുകളിലൊക്കെ ആത്മീയ കാര്യങ്ങൾ പറയുന്നവരാണ്, ആത്മാവിനെക്കുറിച്ച് പറയുന്നവരാണ്, ആത്മാവ് നമുക്കുണ്ട് എന്ന് പ്രശംസിക്കുന്നവരാണ്. എന്നാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സഭാ ലീഡേഴ്സും സഭാജനങ്ങളും ദൈവദാസന്മാരും എത്തിച്ചേർന്നാൽ മാത്രമേ
നമ്മുടെ ഈ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു പ്രവാചക ശബ്ദമാണ് പാസ്റ്റർ KC ചാക്കോയിൽ നിന്ന് നമ്മൾ ഇന്ന് കേട്ടിരിക്കുന്നത്. ആ നിലയിൽ സഭയ്ക്കൊരു മാറ്റം വരുവാൻ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭയായി മാറുവാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു.